ഹലോ ഗൈസ്, എല്ലാവർക്കും വേർജുവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വീണ്ടും രാഗം തിയേറ്ററിലേക്ക്, തൃശ്ശൂർ രാഗം തിയേറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ വല്യേട്ടൻ 4K റീമാസ്റ്റർ വെർഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് കാണാനായിട്ടാണ് ഫാൻസിൻ്റെ ആഘോഷവും. നമ്മൾ സ്പടികവും മണിച്ചിത്രത്താഴവും ഒക്കെ ഇവിടെ വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അത് വേറെ ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാകും എന്നറിയാനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. എന്തായാലും ലാലേട്ടൻ 2 പടം ഇവിടെ വന്ന് കണ്ടു. അപ്പോൾ പിന്നെ മമ്മൂക്കയുടെയും പിന്നെ കാണാണ്ടിരിക്കണ്ടല്ലോ എന്ന് കരുതി വന്നതാണ്. അപ്പം അതൊരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് പ്രതീക്ഷ. അപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഗൈസ്, എന്നത്തെയും പോലെ നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. വല്യേട്ടൻ എന്ന പടത്തിന്റെ FTFs നമ്മുടെ രാഗത്തിൽ കാണാനായിട്ടുള്ള അങ്ങനെയുള്ള ഒരു ആഗ്രഹമായിട്ടാണ് ഞാൻ രാത്രി തന്നെ ഞാൻ ട്രെയിനിൽ കയറാനായിട്ട് പോകുന്നത്. അതായത് ഞാൻ രാവിലെ വെളുപ്പിനൊരു 2:30-ക്കുള്ള ട്രെയിനാണ് ആദ്യമേ ബുക്ക് ചെയ്തിരുന്നത്. പക്ഷെ അത് ലേറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അന്ത്യോദയ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്ന ട്രെയിനിലാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. നമുക്കുള്ള വണ്ടിയാണ് ഗൈസ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അന്ത്യോദയ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്ന ഈ ഒരു ട്രെയിനിൽ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ യാദൃശ്ചികമായിട്ട് യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നതാണ്. കാരണം ഞാൻ വെളുപ്പിന് 2:30-ക്ക് ബുക്ക് ചെയ്തിരുന്ന ട്രെയിൻ രാവിലെ 8:15-നാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ പോയിട്ട് പിന്നെ ഉച്ചയ്ക്ക് അവിടെ പോയി ചോറുണ്ടിട്ട് വരാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ഒരു ട്രെയിനിൽ പോകാം എന്ന് കരുതി. അപ്പം ഈ ഒരു ട്രെയിനിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പം എന്താണ് സംഭവം? ഫുൾ അൺറിസർവ്ഡ് കോച്ചുകളാണ് കേട്ടോ. ഇപ്പം ഇവിടെ കൊച്ചുവേളിയിൽ നിന്ന്, ഇപ്പം ട്രിവാൻഡ്രം നോർത്തിൽ നിന്ന് മാംഗ്ലൂരേക്കുള്ള ഒരു ട്രെയിനാണ്. ഫുള്ള് LHB കോച്ചുകളാണ് കേട്ടോ. ഓ പൊളി, കിടിലൻ. ഈ ട്രെയിൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. കാരണം ഞാൻ പറയാം. അത് മാത്രമല്ല, ഇത് വളരെ സൗകര്യപ്രദമായിട്ടുള്ള ട്രെയിനാണ്. രാത്രികളിൽ യാത്ര ചെയ്യുന്നവർക്ക് വളരെ സൗകര്യപ്രദമായിട്ടുള്ള ട്രെയിനാണ് അന്ത്യോദയ. ഈ ഒരു ട്രെയിൻ രാത്രി 9:30 നമ്മുടെ ട്രിവാൻഡ്രം നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. 10:15 ആകുമ്പോഴത്തേക്ക് കൊല്ലത്തെത്തും. 2 മണി അടുപ്പിച്ച് തൃശ്ശൂർ എത്തും. പിന്നെ രാവിലെ 9:15 ആകുമ്പോഴത്തേക്കാണ് മാംഗ്ലൂർ എത്തുന്നത്. ഇതിന്റെ ഇടയിൽ വളരെ ചുരുങ്ങിയ സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു അൺറിസർവ്ഡ് ജനശതാബ്ദി എന്ന് പറയാം. അതേ രീതിയിൽ ചുരുങ്ങിയ സ്റ്റോപ്പിൽ ഫുൾ അൺറിസർവ്ഡ് കോച്ചുകളുമായിട്ട് പോകുന്ന ഒരു ട്രെയിനാണ്. അതും ഫുൾ LHB കോച്ചുകൾ കേട്ടോ. ഞാനിപ്പം കോച്ചിന്റെ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സർവീസ് വളരെ 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 ഉപയോഗപ്രദമായിട്ടുള്ളൊരു സർവീസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആഴ്ചയിൽ ട്രിവാൻഡ്രം നോർത്തിൽ നിന്ന്, അതായത് കൊച്ചുവേളിയിൽ നിന്ന് വ്യാഴാഴ്ചയും ശനിയാഴ്ചയുമാണ് സർവീസ്. അതേപോലെ തന്നെ തിരിച്ച് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയാണ് സർവീസ്. ഇതാണ് ഗൈസ് ഞാൻ സ്വപ്നം കണ്ട ഇന്ത്യൻ റെയിൽവേ. ഭയങ്കര വൃത്തിയുള്ള ഒരു വാഷ് ബേസിൻ, നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്ന ട്രെയിൻ. എന്റെ പൊന്നെ, ഒരു പുതിയ കോച്ചിലാണ് ഞാൻ വന്ന് കയറിയത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു കോച്ച് കേട്ടോ. അടിപൊളി, കിടിലൻ. ഇതെന്നും ഇതേപോലെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്താൽ നന്നായിരുന്നു. ആവശ്യം പോലെ ചാർജ് ചെയ്യാനായിട്ട് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, വിളവിളായിരിക്കും. ഇതേണ്ട നോക്കൂ ഗൈസ്, പൊടിയില്ലാത്ത കറങ്ങണ ഫാൻ. കളിയാക്കിയതല്ല കേട്ടോ. നമ്മുടെ ട്രെയിനുകളിലൊക്കെ പൊടിയില്ലാത്ത കറങ്ങണ ഫാനൊക്കെ കാണാനായിട്ട് വളരെ ചുരുക്കം ചില അവസരങ്ങളെ കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കൂടെ ഓടുന്ന സാധാ പാസഞ്ചർ എക്സ്പ്രസ്സുകൾ. നമ്മുടെ ട്രെയിൻ ലക്ഷ്യസ്ഥാനത്ത് പറഞ്ഞ സമയത്തിനെക്കാട്ടി 10 മിനിറ്റ് നേരത്തെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഗൈസ്. എല്ലാം കൊണ്ടും നല്ല കിടിലൻ സർവീസാണ് ഈ ഒരു ട്രെയിൻ. ശരിക്കും പറഞ്ഞാൽ ഇതേ കണക്കത്തെ അൺറിസർവ്ഡ് നല്ല എക്സ്പ്രസ് ട്രെയിനുകളൊക്കെ രാവിലെ കൂടി ഇട്ട് ഓടിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം നമ്മൾ റിസർവ് ചെയ്തും സ്ലീപ്പർ കയറിയൊക്കെ ചെന്ന് യാത്ര ചെയ്യാതെ നമുക്ക് നേരിട്ട് UTS വഴി ബുക്ക് ചെയ്തിട്ട് വന്ന് ട്രെയിനിൽ കയറി യാത്ര ചെയ്യാമല്ലോ. വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഈ ഒരു സർവീസ് എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ കിടിലൻ ഒരു AC വെയിറ്റിംഗ് ഹാൾ ഉണ്ട് കേട്ടോ. 1 മണിക്കൂറത്തേക്ക് 30 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. കൊള്ളാം. അവിടെ ഇരുന്ന് വിശ്രമിക്കാനായിട്ടും ഉറങ്ങാനായിട്ടും ഒന്ന് കുളിക്കണമെങ്കിൽ കുളിക്കാനായിട്ടും അതേപോലെ ഫോൺ ചാർജ് ചെയ്യാനായിട്ടായാലും എല്ലാം ഒരു മണിക്കൂറത്തേക്ക് ഒരു 30 രൂപയിൽ സാധിക്കും. അവിടെ ഇരുന്ന് കുറച്ച് സമയം ഉറങ്ങിയതിന് ശേഷം രാവിലെ നേരെ ഇറങ്ങി ഇവിടെ വരെ വന്നിട്ട് വടക്കുന്നാഥനെ ഒന്ന് പോയി മുഖം കാണിക്കാതിരുന്നാൽ അത് മോശമല്ലേ. സോ പുള്ളിക്കാരനെ ഒന്ന് പോയി മുഖം കാണിച്ചതിന് ശേഷം നേരെ നമുക്ക് തിയേറ്ററിലേക്ക് പോകാമെന്ന് കരുതി. അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡും കഴിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്നാൽ ശരിയാവൂല. നല്ല കിടിലൻ ദോശയായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം എന്നാലും നമുക്ക് ഇനി തിയേറ്ററിലേക്ക് പോകാം. വല്യേട്ടൻ കാണാനായിട്ട് ഐ എം സോ എക്സൈറ്റഡ്. നമ്മുടെ രാഗം തിയേറ്റർ 4K എന്നും ഡോൾബി അറ്റ്മോസ് എന്നൊക്കെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പുറത്ത് തന്നെ. താഴേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ വല്യേട്ടൻ്റെ മമ്മൂക്കയുടെ പോസ്റ്ററുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പൊളിക്കുന്ന്. വലിയൊരു വല്യേട്ടൻ്റെ പോസ്റ്ററും കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു കൂട്ടം പ്രേക്ഷകരുടെ ഒപ്പം ഇരുന്ന് പടം കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. എൻ്റെ മോനെ, ആ മുണ്ടും മടക്കിയുള്ള ഒരു നിൽപ്പ് കണ്ടില്ലേ നമ്മുടെ സ്വന്തം വല്യേട്ടൻ്റെ. മമ്മൂക്കയുടെ ഒരു ഫ്ലെക്സിനകത്ത് മാലയിട്ടൊക്കെ ഒരു ചേട്ടൻ വല്യേട്ടൻ്റെ ഫോട്ടോ ഒക്കെ പതിപ്പിച്ചിട്ട് പുലിവേഷം കെട്ടി നിൽപ്പുണ്ട്. അത് പൊളിച്ച്.
ഡോൾബി അറ്റ്മോസ് നമ്മുടെ സ്വന്തം രാഗത്തിൽ വല്യേട്ടൻ കാണാനായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഫാമിലി അടക്കം വരുന്നുണ്ട് പടം കാണാനായിട്ട്. ഓ, നല്ലൊരു കൂട്ടം പ്രേക്ഷകർക്കൊപ്പം ഇരുന്ന് പടം നല്ല കൈയടിച്ച് വിസിലടിച്ച് ആർത്ത് വിളിച്ച് കാണാൻ കഴിയണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. തീർച്ചയായിട്ടും റീ റിലീസ് പടങ്ങൾ കാണാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. നമ്മുടെ മണിച്ചിത്രത്താഴ്, അതാണ് സ്പടികമൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. കിടിലൻ എക്സ്പീരിയൻസുകളായിരുന്നു. അതേപോലെ തന്നെ ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ടിക്കറ്റ് എടുക്കാം. ബുക്ക് മൈ ഷോ വഴി ബുക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ളവർക്ക് ഇതുവഴി സ്കാൻ ചെയ്തിട്ട് വേണം ടിക്കറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ എന്തായാലും പടം തുടങ്ങാനായിട്ട് ടൈമായി ഗൈസ്. ഇനി ഒട്ടും താമസിക്കണം, നമുക്ക് അകത്തേക്ക് പോകാം. കാരണം കുറച്ച് ലേറ്റായിപ്പോയി. 9:30 ആയി. 9:30ക്കാണ് ഷോ. ജോർജ് ഏട്ടൻസ് രാഗം. നമ്മുടെ ലാലേട്ടൻ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഇത്തിക്കര പക്കി അവിടെ ഇരിപ്പുണ്ട്. എന്തായാലും നമുക്ക് മുകളിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ വരുമ്പോഴത്തെ തന്നെ വളരെ എന്താ പറയുന്നത്, നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് പെട്ടെന്ന് കിട്ടുന്നത്. ആ ഒരു പഴയ രീതിയിലുള്ള തിയേറ്ററും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം, പോയി കാണാം. നമ്മുടെ വല്യേട്ടനെ കാണാം. നമ്മുടെ തോമാച്ചായനെയും അതേ കണക്ക് നമ്മുടെ സണ്ണിക്കുട്ടനെയൊക്കെ നമ്മളിവിടെ വന്നിട്ട് കണ്ടതാണ്. ഇനി നമുക്ക് നമ്മുടെ വല്യേട്ടനെ കൂടി പോയിട്ട് ഒന്ന് കണ്ടേക്കാം. അപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ളൊരു ക്രൗഡ് ഈ ഒരു പടത്തിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവർക്കൊപ്പം ഇരുന്ന് ആസ്വദിച്ച് ആർമാദിച്ചൊക്കെ ഇരുന്ന് നമുക്ക് പടം കാണാം. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഞാൻ വന്നപ്പോഴത്തേക്കും പടം തുടങ്ങി. ഇനി എൻ്റെ സീറ്റ് കണ്ടുപിടിച്ചിട്ട് അവിടെ ഉപവിഷ്ടനാവട്ടെ. ഇവിടുത്തെ എസ് ഐ അംഗത്തിന്റെ അമ്മായി അകത്ത് ഇരട്ട പറ്റുകയാണ്. നല്ല ഭാഷ പറയേണ്ടത് പറഞ്ഞു. ഈ ഇട്ടിക്കന്റെ കുമാരനെ മസിലിന്റെ വലിപ്പം കിട്ടുന്ന ധൈര്യം കാണിച്ച് മുന്നോട്ട് ഇതിനപ്പുറം കടന്നാൽ അമ്പറം ആനിക്കുന്ന സാഹിബിന്റെ മൂത്ത മോൻ ബാവയ്ക്ക് അനിയന്റെ ഖബറിന്റെ അടുത്ത് കുഴി മറ്റൊന്ന് വെട്ടേണ്ടി വരും. അമ്പറം കണ്ടപ്പം ബാവേ പദ്ധതി അഭ്യാസം എൻ്റെ പൊന്നെ, ആ ഒരു ഇൻ്റർവൽ പഞ്ച് കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു ക്രൗഡ് തന്നെ ഈ ഒരു പടത്തിനുണ്ട് കേട്ടോ. കാര്യം ഉണ്ടെങ്കിലല്ലേ അടുത്ത ചോദ്യമുള്ളൂ, അത് ആര് കെട്ടിയും. അങ്ങനെ നമ്മുടെ വല്യേട്ടൻ്റെ 4K റീമാസ്റ്റേർഡ് വെർഷൻ്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നമ്മുടെ തൃശ്ശൂർ രാഗത്തിൽ അവസാനിച്ചിരിക്കുകയാണ്. കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ്. ഇറങ്ങി വന്നപ്പോഴത്തേ മമ്മൂക്ക ഫാൻസിൻ്റെ സെലിബ്രേഷൻ അത് പൊളിച്ച്. പക്ഷെ എൻ്റെ മോനെ കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. വല്യേട്ടൻ ഇപ്പോഴും ഫാൻസ് അവിടെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മമ്മൂക്കയുടെ ഒരു മരണമാസ് ക്യാരക്ടർ തിയേറ്ററിൽ എല്ലാവരുടെയും ഒരുപാട് ഓഡിയൻസിനെ നടുക്കിരുന്ന് കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പൊളി. അപ്പോൾ എന്തായാലും ലാലേട്ടൻ്റെ സ്ഫടികവും അതേ കണക്ക് മണിച്ചിത്രത്താഴും മമ്മൂക്കയുടെ വല്യേട്ടനും ഞാൻ രാഗം തിയേറ്ററിൽ റീ റിലീസ് പടങ്ങൾ കാണാൻ മാത്രമാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്.
എന്തായാലും അതായത് രാഗം തിയേറ്റർ എന്ന് പറയുന്നത് പണ്ട് മുതലേ ഉള്ളൊരു തിയേറ്ററാണ്. അതേ രീതിയിലുള്ളൊരു അറ്റ്മോസ്ഫിയർ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു തിയേറ്ററാണ്. ഓക്കെ, അതിനകത്ത് അകത്തുള്ള 4K സ്ക്രീൻ ഡോൾബി അറ്റ്മോസ് എന്ന പോലെയൊക്കെ ഉള്ള മാറ്റങ്ങളല്ലാതെ പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ അതേ കണക്ക് നിലനിർത്തിക്കൊണ്ട് പോകുന്ന തിയേറ്ററാണ്. സോ ആ ഒരു പഴമയൊക്കെ ഉണ്ട്. സോ റീ റിലീസ് പടങ്ങളൊക്കെ കാണാനായിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ആ ഒരു സന്തോഷം കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ റീ റിലീസ് പടങ്ങൾ കാണാനായിട്ട് ഇവിടെ വരുന്നത്. എന്തായാലും കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. മമ്മൂക്കയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഇത്രയും ആ ഒരു പഴയ പടം എന്താ പറയുന്നത്, ആ ഒരു പഴയ മമ്മൂക്കയുടെ പീക്ക് ലെവലിലുള്ള മാസ് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ അതൊരു ബിഗ് സ്ക്രീനിൽ ഇത്രയും ആളുകളുടെ ഒപ്പം ഇരുന്ന് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം. കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പടത്തിൻ്റെ തുടക്കത്തിൽ ഒരു ടൈറ്റിൽ കാർഡൊക്കെ അത് പുതിയതായിട്ടാണ് തോന്നിയത് കേട്ടോ. അത് ഗംഭീരമായിരുന്ന തിയേറ്റർ എക്സ്പീരിയൻസ്. എന്തായാലും എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.